അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. പുണ്യങ്ങളുടെ റമദാൻ നമ്മുടെ അരികിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഈ മാസത്തെ പുതുണർവോടെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന സമയമാണെന്നറിയാം. മനസ്സ് ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടവും വൃത്തിയാക്കി വെക്കുന്നതും ഇബാദത്തുകൾക്ക് കൂടുതൽ ഏകാഗ്രത നൽകുന്ന ഒരു കാര്യം കൂടിയാണല്ലേ. ഇന്ന് ഞാൻ എൻ്റെ വീടിന് റമദാൻ വേണ്ടി ഒരുക്കുകയാണ്. എൻ്റെ റമദാൻ ഒരുക്കങ്ങളിലൂടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്ക് ആകുന്ന സ്ഥലം എന്ന് പറയുന്നത് കിച്ചണാണല്ലോ. അതുകൊണ്ട് തന്നെ കിച്ചൺ നല്ലോണം വൃത്തിയായിരിക്കേണ്ടതും ഒരു മെയിൻ കാര്യമാണ്. ക്ലീനിങ് എന്നത് ഒരു ജോലിയല്ല, അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ മുക്കിലും മൂലയിലൊക്കെ ഇരുന്ന് പോയ ഡപ്പയും ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. കിച്ചണിലെ ഈ വൃത്തി നമ്മുടെ മനസ്സിനും ഒരു കോൺഫിഡൻസ് നൽകും. ഭക്ഷണം ഉണ്ടാക്കുന്നതും അത് മറ്റുള്ളവർക്ക് വിളമ്പുന്നതും ഒരു പുണ്യമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരുക്കങ്ങളെല്ലാം ആ പുണ്യങ്ങളിൽ പങ്കുചേരാനും കൂടിയാണ്. മസാല ഡപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളും മറ്റും ഇട്ട് റെഡിയാക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ കിച്ചണിൽ നമ്മൾ ഈ റമദാൻ ടൈം ആകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ കയറുന്ന ടൈമിൽ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ വെക്കുന്ന സ്ഥലം മറന്നു പോകും. നമ്മൾ ഈ ഓരോ ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് തിരക്കിയെടുക്കുന്ന സമയങ്ങളിലായിരിക്കും നമ്മൾ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും ടൈം അവിടെയാണ് നഷ്ടപ്പെട്ടു പോകാറില്ലേ. അപ്പോൾ മസാലപ്പൊടികളൊക്കെ തിരയുന്നതിലാണ് എനിക്കായാലും ഓൾറെഡി ടൈം പോകാറ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ? അതുകൊണ്ട് എല്ലാ മസാലപ്പൊടികളും ഒന്ന് വൃത്തിയായി ഇടപ്പുകളിലൊക്കെ നിറച്ച് വെക്കാം. കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു രസമാണ്. നമുക്ക് കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റി വയ്ക്കാൻ ഈ ഒരു പ്ലാനിങ് സഹായകരമാണല്ലോ. അതുപോലെ തന്നെ ഈ റമദാനിലെ മുന്നോടിയായി വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ വീട്ടിലെ ഷെൽസിലെയും ജനാലപ്പിടികളും ഒക്കെയുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടി തുടച്ചൊക്കെ വൃത്തിയാക്കി എടുക്കുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ലൈറ്റ്നസ് തന്നെ തോന്നും അല്ലേ. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ ഡീപ്പ് ക്ലീനിങ് ഒരു നിമിത്തമാണ് നമ്മുടെ വീടിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട്. അപ്പോൾ വൃത്തിയുള്ള ഒരിടത്തിരുന്ന് തസ്ബീഹ് ചൊല്ലുന്നതാണ് മനസ്സിനും ശരീരത്തിനും ഏറ്റവും നല്ലൊരു ഫീലിംഗ് നൽകുന്നത്. അങ്ങനെ ഓരോ മൂലയും നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. കിച്ചണിൽ ചെറിയൊരു പച്ചപ്പുണ്ടാവുന്നത് മനസ്സിനും കണ്ണിനും നല്ല കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് കൂടി ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബെഡ്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. റമദാനിൽ രാത്രി സമയങ്ങളിൽ കൂടുതൽ നമുക്ക് ഇരിക്കാനും പ്രാർത്ഥന കഴിക്കാനും അല്പം വിശ്രമിക്കാനും ഒക്കെ അനുയോജ്യമായൊരു പ്ലേസ് ആണല്ലോ നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. അതുപോലെ നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വീട്ടിൽ നിന്ന് കിട്ടുന്നതും ഈ ഒരു ഇടങ്ങളിലായിരിക്കും. പഴയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയതൊക്കെ വിരിക്കുമ്പോൾ റൂമിനൊരു പുതുണർവ് കിട്ടും. നമ്മുടെ ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സും ഒക്കെ വൃത്തിയായിരുന്നാലേ നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും. കിച്ചണും ബെഡ്റൂമും ഒക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് തറയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മുടെ തറയൊക്കെ ഒന്ന് നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കണം. റമദാനിൽ നമ്മൾ കൂടുതൽ സമയവും തറയിലിരുന്നും നിസ്കാര വിരിപ്പിലൊക്കെ ഇരുന്നാണ് ടൈം ചിലവഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുക്കും മൂലയൊക്കെ നന്നായി തന്നെ തുടയ്ക്കണം. തറയെ നല്ല രീതിക്ക് വൃത്തിയാക്കി കഴിയുമ്പോൾ മാത്രമേ റമദാനിലെ വൃത്തിയാക്കലൊക്കെ പൂർത്തിയായെന്ന് എനിക്ക് തോന്നാറുള്ളൂ. ഇനിയിപ്പോൾ വീട് മൊത്തം ഫ്രഷായി നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുന്നതും മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേക ശുദ്ധി നൽകും. നമ്മുടെ ഈ വീടൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റികളും ഒന്ന് മാറ്റി വെച്ച് കൂടുതൽ ക്ഷമയോടെയും കരുണയോടെയും കൂടി നമുക്ക് ഈ അടുത്ത 30 ദിവസങ്ങൾ ചിലവഴിക്കണം. അങ്ങനെ നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനി ഈ പുണ്യമാസത്തെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ വീടും മനസ്സും റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരുക്കങ്ങളെല്ലാം നമ്മുടെ നോമ്പുകാലം കൂടുതൽ ധന്യമാക്കും. വെറും വീട് വൃത്തിയാക്കൽ മാത്രമല്ല, ഈ മാസത്തിൽ നമ്മുടെ മനസ്സും ചിന്തകളും ശുദ്ധിയാക്കി നല്ല മനസ്സിന് ഉടമകളാകാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും അല്ലാഹ് നല്ലൊരു സന്തോഷവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ ഈ റമദാൻ നോമ്പും നിസ്കാരവും പ്രാർത്ഥനകളും എല്ലാം അല്ലാഹ് സ്വീകരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ നല്ല പ്രാർത്ഥനകളിലും എന്നെയും എൻ്റെ ഫാമിലിയെയും കൂടി ഉൾപ്പെടുത്തണേ. അപ്പോൾ ഈ റമദാനിൽ നല്ല ആരോഗ്യത്തോടെ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാ. നമുക്കിനി ഈ പുണ്യമാസത്തിൽ പ്രാർത്ഥനകളിലൂടെ കൂടുതൽ അടുക്കാം. ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ റമദാൻ പ്രിപ്പറേഷൻ വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെയും കൂടി അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ മുബാറക്ക് ആശംസിക്കുന്നു. ഇൻഷാ അല്ലാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.